ശിവൻകുട്ടിയിൽ നിന്നും പിണറായി പോലും പഠിക്കേണ്ട വലിയ പാഠമുണ്ട്. ആ മനുഷ്യൻ്റെ പരാജയം ഒരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസിയും ആഗ്രഹിച്ചതായിരുന്നില്ല. ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യനിലൂടെ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം മനുഷ്യനോടും ചേർന്ന് നിൽക്കുന്നു എന്നുള്ള വലിയ മെസ്സേജ് നമ്മളിലേക്ക് എത്തിച്ചത്. വിമർശിക്കുന്നവരോട് കയർത്ത് സംസാരിക്കാതെ ഏറ്റവും വിനീതമായിക്കൊണ്ടും അവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നും പരിഹസിക്കുന്നവരെ പോലും അംഗീകരിച്ചുകൊണ്ടും മാത്രമായിരുന്നു വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ക്വാളിറ്റി. അദ്ദേഹം ട്രോളന്മാരോട് പോലും പുഞ്ചിരിയോടെ മറുപടി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ക്യാപ്റ്റൻ റോളിലേക്ക് മാത്രം ഒതുങ്ങിയപ്പോൾ ഏറ്റവും നല്ല മനുഷ്യനായിക്കൊണ്ട് മാത്രമായിരുന്നു വി ശിവൻകുട്ടി ജനങ്ങളിലൂടെ സഞ്ചരിച്ചത്. സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരനു വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യനായി ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്ക് മാറാൻ കഴിഞ്ഞു. അത്രയ്ക്കും വലിയ മാറ്റങ്ങളായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. ഓരോ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം ചിന്തിച്ച വലിയ ചിന്തകൾ തന്നെയായിരുന്നു കുട്ടികൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാനുണ്ടായ കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വരൂ മനുഷ്യരെ, വരൂ, അല്ലയോ ജനാധിപത്യ വിശ്വാസികളെ, നമുക്ക് സംസാരിക്കാം എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളിലൂടെയും പിണറായി വിജയൻ ഏറ്റവും വലിയ ധാർഷ്ട്യ നിലപാടിലൂടെ നീങ്ങുമ്പോൾ ജനങ്ങളിലൂടെ അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസത്തെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയം പിണറായി സർക്കാരിലെ പല മന്ത്രിമാരുടെയും ധാർഷ്ട്യ നിലപാടും ഒരിക്കലും പറയാൻ പറ്റാത്ത അറപ്പുളവാക്കുന്ന വാക്കുകളും തന്നെയായിരുന്നു. അവിടെയും ശിവൻകുട്ടി മാത്രമായിരുന്നു മുന്നിൽ നിന്നും മനുഷ്യനായിക്കൊണ്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് പലർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. യഥാർത്ഥത്തിൽ പാർട്ടിയിലെ അണികൾക്ക് പോലും മന്ത്രിമാരിലും അവരുടെ നയിച്ച നേതാക്കളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അത് വെറും വിശ്വാസം നഷ്ടപ്പെടലായിരുന്നില്ല, പലപ്പോഴും അവരുടെ ജീവിത ശൈലിയിൽ പോലുമുള്ള മാറ്റം അണികളെ ഓരോരുത്തരെയും സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ അണികൾ പോലും അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് സാരം. ആ സമയത്തും ജനങ്ങളുടെ കഷ്ടതകളോ പ്രയാസങ്ങളോ കാണാതെ അവർ സുഖലോലുപതയിൽ ജീവിച്ചു. പഴയ കമ്മ്യൂണിസ്റ്റ് ലാളിത്യം വെറും ഫോട്ടോകളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു പിണറായി സർക്കാരിലൂടെ. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സർക്കാർ താഴേക്കിടയിലുള്ള ഏറ്റവും കഷ്ടപ്പെടുന്നവൻ്റെ കണ്ണീരാണ് കാണേണ്ടത് എന്ന് പിണറായി സർക്കാർ മറന്നുപോയി.